ഏത് വലിയ പ്രയാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്, ഏത് വലിയ കഷ്ടപ്പാടാ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, ഏത് വലിയ ദുഃഖമാണ് ജീവിതത്തിൽ വരുന്നത്. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് കരഞ്ഞാൽ, ആ രണ്ടു തുള്ളി കണ്ണുനീര് പടച്ചവന്റെ മുമ്പിലേക്കും നെറ്റിച്ചാൽ, ആ കവിൾത്തടങ്ങളിലൂടെ ഒഴുകി വരുന്ന കണ്ണുനീരോടെ രണ്ട് കരങ്ങളങ്ങ് റബ്ബിലേക്കങ്ങ് ഉയർത്തിപ്പിടിച്ചിട്ട് ദുആരക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളല്ലാതെ, ഒരുപാട് ടെൻഷനുകളല്ലാതെ, ഒരുപാട് ദുഃഖങ്ങളല്ലാതെ ഒന്നുമില്ലല്ലോ റബ്ബേ. നിന്റെ മുമ്പിൽ ഈ കരയുന്ന കണ്ണുനീരിന് നീ മഹത്വം തരണേ അല്ലാ എന്ന് പറഞ്ഞ് കുറച്ചു നേരം റബ്ബിന് വേണ്ടി സമയമൊന്ന് മാറ്റിവെച്ചിട്ട് ഈ റമളാനിൽ നിങ്ങൾ ഇരുന്നിട്ട് കരയുമ്പോ, എന്റെ പെങ്ങളെ, നിങ്ങളെത്ര ഭാഗ്യമുള്ളവരാണ്. നിങ്ങളുടെ കണ്ണു നിറഞ്ഞ് കരഞ്ഞുപോയി. ഒരാളുടെ മുമ്പിൽ നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഖൽബ് പൊട്ടുകയാണ്, നിങ്ങളുടെ ഖൽബ് പൊട്ടുകയാണ്. അല്ലാഹുവേ, എത്ര വലിയ ടെൻഷൻ വന്നാലും നമുക്കറിയാമല്ലോ, നമുക്കൊരു ടെൻഷൻ വരുമ്പോ നമ്മുടെ ഉമ്മ ചോദിക്കുന്ന, മോനെ നിനക്കെന്തേ പറ്റിപ്പോയത് എന്നുമ്മാനോട് പറയുമോ? എന്നുമ്മയോട് പറയുമ്പോ നിറഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ ഉമ്മാന്റെ അരികത്ത് പോയി, ഉമ്മാ ഇന്ന ടെൻഷൻ ഉണ്ടെന്ന് പറയുമ്പോ ഉമ്മാന്റെ കൈകൊണ്ട് തലയിലൊന്ന് തലോടുമ്പോ നമുക്ക് കിട്ടുന്ന സമാധാനം എത്രയെന്നറിയോ? എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകര് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, ഒരു ഉമ്മ മകനോട് ചെയ്യുന്നതിനേക്കാൾ സ്നേഹവും കരുണയും റബ്ബിനുണ്ട് ആയിഷ. കണ്ടങ്ങള്, ഒരുമ്മ മകനോട് ചെയ്യുന്ന അതിനേക്കാൾ കാരുണ്യം, അതിനേക്കാൾ സ്നേഹം റബ്ബിന് നമ്മളോടുണ്ട് ആയിഷ. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. താമരപ്പൂവിന്റെ വാക്ക് കൽബകമില്ലൂട്ടി നോക്ക്, ജീവിതം മധുമെച്ചമാണ് എന്റെ സുബ്ഹാന എന്നും മാനിലാവിൻ വാക്കുകൾ അത് സ്നേഹമാക്കോന. മുസ്തഫ നബി തങ്ങളുടെ വാക്കെന്നും അത്ഭുതമാണ്, എന്നും ഒരു സന്തനമാണ്, എന്നും ഒരു പ്രകാശമാണ്, എന്നും ഒരു മനസ്സിന് കുളിർമയാണ്. ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ഒരു ഉമ്മ മകനോട് കാണിക്കുന്നതിനേക്കാൾ സ്നേഹം, ഒരു ഉമ്മ മകളോട് കാണിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹം അല്ലാഹുവിനുണ്ടല്ലോ ആയിഷ. അതുകൊണ്ട് റബ്ബിലേക്ക് കരഞ്ഞോ, മനസ്സിന് സമാധാനം വരട്ടെ. ഈ റമളാനിന്റെ രാത്രിയിൽ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്കിരുന്നിട്ട്, റബ്ബേ, എത്ര തെറ്റു ഞാൻ ചെയ്തു റബ്ബേ, എത്ര കുറ്റം ഞാൻ ചെയ്തു റബ്ബേ. ഒരു 10 മിനിറ്റ് കരയാ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ, അതുവരെ ചെയ്തു പോയ പാപങ്ങൾ പോലും അല്ലാഹുവിലേക്ക് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ചോദിച്ചാൽ അല്ലാഹു അത് തട്ടിക്കളയുമെന്ന് പഠിപ്പിച്ചതാരാ? നബിയുനാ മുഹമ്മദിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ ഉള്ള എല്ലാ പാപങ്ങളും അല്ലാഹു തആല പൊരുത്തപ്പെട്ടു തരാൻ എന്ത് വേണം? നിറഞ്ഞ മനസ്സോടെ ചോദിക്കാനുള്ള മനസ്സുണ്ടാകണം. അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് കൊടുക്കണം. അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് കൊടുത്തിരുന്നു കൊണ്ട് കരയുകയാണ്. ആ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ അള്ളാഹുവിലേക്ക് ചോദിക്കുമ്പോ അള്ളാഹ് മലക്കുകളെ വിളിച്ചിട്ട് പറയും, മലക്കുകളെ, എന്റെ അടിമ കണ്ടോ, പരിശുദ്ധമായ റമളാനിൽ അവൻ കരയുകയാണ്, അവന്റെ കണ്ണു നിറഞ്ഞു ഒഴുകുകയാണ്, അവൻ വേദനപ്പെടുകയാണ്. എന്റെ അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ട് അവൻ റബ്ബിലേക്ക് കരയുന്ന കണ്ടോ മലക്കുകളെ? ഞാൻ അർഹമുർ റഹീമല്ലേ, ഞാൻ അവനിക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണ്ടേ? പെങ്ങളെ, നിങ്ങൾക്ക് ഞാൻ ഒരു സംഭവം പറഞ്ഞു തരാ. മസ്ജിദ് നബവിയുടെ അരികത്തുകൂടെ ഒരു പെണ്ണ് കടന്നു പോകും. മനസ്സ് മുഴുവനും
മുഴുവനും നീറിപ്പുകഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട് പൊന്നുമക്കളെ നോക്കാൻ നിവർത്തിയില്ലാതെ അള്ളാഹുവേ 6 വയസ്സുള്ള 7 വയസ്സുള്ള 13 വയസ്സുള്ള അങ്ങനെ ഉള്ള കുരുന്ന മക്കളുമായി 7 മക്കളുമായിട്ട് പെണ്ണ് സഞ്ചരിക്കുന്നുണ്ട്. വീടിന്റെ ഉള്ളു മുഴുവനും പട്ടിണിയാണ്, പ്രയാസമാണ്, സങ്കടമാ. ഈ പെണ്ണ് എന്ത് ചെയ്യുമെന്നറിയില്ല. ഒരു കുട്ടിയാണോ 2 കുട്ടിയാണോ അല്ല, ഈ 7 മക്കളെ നോക്കണമെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടണമല്ലോ, ഒരുപാട് സങ്കടപ്പെടണമല്ലോ, ഒരുപാട് വിഷമത്തോടെ കടന്നു പോകണമല്ലോ. അങ്ങനെ ഒരു വേള ഈ മക്കളുമായി നടന്ന് എരിപൊരി കൊള്ളുന്ന വെയിലത്ത് ക്ഷീണിച്ച് അവശതയായി ഈന്തപ്പനമരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് കരയുമ്പോ അതുവഴി കടന്നു വന്ന് പെണ്ണ് ചോദിച്ചു, മോളെ എന്തിനാണ് നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? ആ സമയത്ത് പറഞ്ഞൊന്നുമില്ല, ഞാൻ കരയുന്ന എന്റെ ഭർത്താവില്ലല്ലോ, എന്റെ മക്കളെ നോക്കാൻ ഒരാളില്ലല്ലോ. ആ ഒരു സങ്കടത്താൽ, ആ ഒരു പ്രയാസത്താൽ ഞാനിരുന്നു കൊണ്ട് കരയുകയാണ്. ആ സമയത്ത് ഈ പെണ്ണ് പറഞ്ഞു, ഈ ഉള്ള 7 മക്കളെ നീ എങ്ങനെ നോക്കാനാ? നീ ഇവിടെ ഇരുന്നു കൊണ്ട് കരയുന്നതിനേക്കാൾ നമ്മൾ പോകുന്നത് റമളാനിന്റെ പവിത്രതയിലാണ്. ഈ പരിശുദ്ധമായ റമളാന്റെ മാസത്തില് നീ ഒന്ന് കടന്നു പോവുക. വീട്ടിന്റെ ഉള്ളില് പാതിരാത്രിയിൽ ഒരല്പസമയം നിനക്ക് റബ്ബിന് വേണ്ടി കൊടുക്കാൻ പറ്റോ? അള്ളാഹുവിന് വേണ്ടി കുറച്ചു സമയം പാതിരാത്രിയിൽ നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ആ റബ്ബിലേക്ക് നിറഞ്ഞ മനസ്സോടൊന്ന് ദുആ ചെയ്യാൻ പറ്റോ? ആ റബ്ബിലേക്കൊന്ന് കരയാൻ പറ്റോ? നല്ല മനസ്സോടെ നിന്റെ റബ്ബിലേക്ക് നീ പറയണം, അല്ലാ പടച്ചോനെ എനിക്ക് 7 മക്കളാണ്, എന്റെ ഭർത്താവില്ല, ജീവിതത്തിൽ സങ്കടങ്ങളാണ്, ജീവിതത്തിൽ ദുഃഖങ്ങളാണ്. അല്ലാഹുവേ നീ അർഹമുർ റഹീമാണ്. ഈ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ കണ്ണീര് കാണണേ അല്ലാ. പെയ്തിറങ്ങുന്ന മഴ പോലെ ശരീരത്ത് മുഴുവനും അഴുക്കും ചെളിയും പിടിച്ചിരിക്കുമ്പോ അത് കഴുകിക്കളയുമ്പോ മനസ്സിനുണ്ടാകുന്ന ഒരു ആശ്വാസമുണ്ട്, ശരീരത്തിനുണ്ടാകുന്ന ഒരു കുളിർമയുണ്ട്, മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ഒരു ആശ്വാസം പോലെ ഈ പെണ്ണങ്ങനെ നിറഞ്ഞ മനസ്സോടെ കരഞ്ഞിട്ട് 3 ദിവസം പോലും ആയിട്ടില്ല. ഒരാള് കടന്നു വരുന്നൊരു വയസ്സായ ഒരു ഉമ്മ വന്നിട്ട് ചോദിക്കുന്നു, മോളെ ജുബൈരിയ, നിന്നെ വിവാഹം കഴിക്കാൻ എന്റെ മകനിക്ക് ആഗ്രഹമുണ്ട്, നീ തയ്യാറാണോ ജുബൈരിയ? ആ സമയത്ത് പെണ്ണ് പറഞ്ഞു, കല്യാണം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, എനിക്ക് 7 മക്കളുണ്ട്, അവരെന്റെ ജീവന്റെ ജീവനാണ്, അവരെ തള്ളിക്കളഞ്ഞിട്ട് എനിക്കൊന്നും പറ്റൂല, അവരെന്റെ നെഞ്ചത്ത് ചേർന്ന് കിടന്ന് ഉറങ്ങുന്ന മക്കളാണ്, അവരെ മാറ്റി നിർത്താൻ പറ്റൂല. ആ സമയമാണ് ഉമ്മ പറഞ്ഞത്, മോളെ നിന്റെ കൊച്ചുമക്കളുടെ കളി കാണുമ്പോ, നിന്റെ കൊച്ചുമക്കളുടെ ചിരി കാണുമ്പോ എന്റെ മകനിക്ക് അവരെ എടുക്കാൻ തോന്നുകയാണ്, കവിൽ തടത്തിൽ മുത്തം കൊടുക്കാൻ തോന്നുകയാ. നിന്റെ അരികത്തേക്ക് വന്ന മക്കളെ വന്നെടുക്കണമെന്നൊരാഗ്രഹമുണ്ട്, പക്ഷേ റബ്ബിന്റെ തീരുമാനം കൂടെ വേണമല്ലോ. അതുകൊണ്ട് എന്റെ മകൻ പറഞ്ഞിട്ട് വന്നതാണ് 7 മക്കളെ ഒരുപോലെ ഒരു കണ്ണുകൊണ്ട് ഒരു ഉപ്പയുടെ സ്ഥാനത്ത് നിന്നിട്ട് നോക്കാൻ എന്റെ മകൻ തയ്യാറാൻ. പക്ഷേ നീ ഒന്ന് സമ്മതിക്കുമോ എന്ന് പറയുമ്പോ പറഞ്ഞു, ഇൻഷാ അല്ലാ ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞ് ഈ പെണ്ണ് ഓടുകയാണ്. ഈ കണ്ട പെണ്ണിനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, റമളാനിൽ ഞാൻ എന്റെ കണ്ണുകളിലൂടെ ഒഴുകി വീണത് കണ്ണീര് മാത്രമല്ല, അത് കണ്ണീരിന്റെ മഴത്തുള്ളികളാണ്. ആ മഴത്തുള്ളികള് എന്റെ കണ്ണിൽ നിന്ന് പെയ്തങ്ങിറങ്ങിയപ്പോ റബ്ബേ അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ എനിക്ക് കൊണ്ടുവന്ന് തന്നുവെന്ന് പറഞ്ഞു പോയെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരോട്, സഹോദരങ്ങളോടൊരു വാക്ക് പറയട്ടെ, പാതിരാത്രിയിൽ ഒരു 10 മിനിറ്റ് സമയത്ത് എന്റെ റബ്ബിനേക്കൊന്ന് കൊടുക്കാൻ പറ്റോ? എന്റെ അല്ലാഹ് ദുആ ചെയ്യുമ്പോ മനസ്സിലൊന്ന് കൈവച്ച് എന്റെ റബ്ബേ എന്നുള്ള ഒരു വിളി റബ്ബിന് ഇഷ്ടമാണ്. എന്റെ അല്ലാഹ് നിന്നോട് ഞാൻ കരങ്ങൾ ഉയർത്തുകയാണ്, കടങ്ങൾ ഒരുപാടുണ്ട് റബ്ബേ, നോമ്പ് വന്നിട്ട് പോലും നോമ്പ് നോക്കാൻ കഴിയാത്ത രോഗം എനിക്ക് ഉണ്ട് റബ്ബേ, അതുകൊണ്ട് അല്ലാഹ് നീ എന്നെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഈ ദുആ
റമളാനിൽ നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ ഈ ചെയ്യുന്ന ഈ ദുആ ഉണ്ടല്ലോ, അതിന് വലിയ പവറാണ്, അതിന് വലിയ പുണ്യമാണ്, അതിന് വലിയ അത്ഭുതങ്ങളാണ്. എല്ലാവരും ചൊല്ല് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോ അള്ളാഹുവിലേക്ക് പറയാനുള്ള ആ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. ആ ഒരു മനസ്സ് റബ്ബിലേക്ക് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ രാത്രികളിൽ ഒന്നിരുന്ന് കരയാൻ നമ്മുടെ മനസ്സ് റബ്ബിലേക്കൊന്ന് കൊടുക്കണം. ആ സമയത്ത് നമ്മൾ നല്ല മനസ്സോടെ റബ്ബിലേക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ തട്ടിക്കളയൂല, അള്ളാഹു നമ്മളെ ഖായിബാക്കൂല. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. ഒരുപാട് ടെൻഷൻ ഉള്ളവരില്ലേ, ഒരുപാട് സങ്കടമുള്ളവരില്ലേ, ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഉള്ളവരില്ലേ? എന്റെ പൊന്നാര സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെ ചെയ്താണ്ടല്ലോ വലിയ പുണ്യാണ്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ വല്ലാത്ത അത്ഭുതമാണ്, വല്ലാത്ത പുണ്യമാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നിറഞ്ഞ കരങ്ങളോടൊന്ന് കരങ്ങൾ ഉയർത്തുമോ? അല്ലാ, സമാധാനം ഖൽബിന്റെ ഉള്ളിലുണ്ട്. നമുക്ക് രണ്ടുപേരോട് നമുക്ക് ദുആ ചെയ്യാൻ പറയാം. രണ്ടുപേരോട് നമ്മുടെ വിഷമങ്ങൾ പറയാം. ഒന്ന് അല്ലാഹ്, രണ്ട് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് പറയാം. പിന്നെ ദുആ ചെയ്യാൻ പറയാൻ പറ്റുന്നവരാള് നമ്മൾ പറഞ്ഞാ നമുക്ക് ദുആ ചെയ്യുമെന്ന് ഉറപ്പുള്ളവരോട് ഞങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞാ, നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ അല്ലാഹുവേ എനിക്ക് വേണ്ടി അവർ ദുആ രക്കുമല്ലോ, അങ്ങനെ ഉറപ്പുള്ളവരോട് നീ ദുആ ചെയ്യാൻ പറഞ്ഞോ. അവരുടെ ദുആയിൽ അല്ലാഹ് ഞങ്ങളെ രക്ഷപ്പെടുത്തുമ്പോ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ. ഇതിലൂടെ ഒരുപാട് ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറയുന്നു. പക്ഷേ അതിനകത്ത് ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് മുഴുവനും ഞാൻ ദുആ രക്കുന്നുണ്ട്, അതിലെല്ലാവരും പെടുന്നുണ്ട്. എന്നോട് പറയുമ്പോ ഞാൻ അല്ലാഹുവിലേക്ക് പറയുന്നു, റബ്ബേ ഈ മജ്ലിസിൽ സംഗമിച്ചവര്, ഒരുമിച്ച് കൂടിയവർ, അതുപോലെ നല്ല മനസ്സോടെ കടന്നു വന്നവർ, പടച്ചോനെ നീ ആരെയും ഖായിബാക്കല്ല എന്ന് അതിനകത്ത് നിങ്ങളും പെടുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ദുആയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം. റമളാനാണ്. എത്ര ഉമ്മമാർ നിഷ്കളങ്കരായ പാവങ്ങളായ ഒരുപാട് ഉമ്മമാർ ഈ റമളാനിൽ കരങ്ങൾ ഉയർത്തിയിട്ട് ചോദിക്കുമ്പോ, ഈ സാധുവ എന്നെ കൂടെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം, എന്റെ കുടുംബം, എന്റെ പ്രിയപ്പെട്ടവർ. അല്ലാഹുവേ നിങ്ങളെ ഞാൻ എന്റെ ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട്, എല്ലാ തറാവീഹിന് ശേഷം ഉൾപ്പെടുത്താറുണ്ട്. ആരൊക്കെ വലിമൻ ഔസ്വാനാ ബിദ്ദുആ, ആരൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ അവരൊക്കെ നീ സ്വീകരിക്കണേ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നമുക്ക് സമാധാനം ആരാണ്? അല്ലാഹ്. നമുക്ക് സമാധാനം പടച്ചതമ്പുരാനാണ്. നമ്മുടെ ഏറ്റവും നല്ല സന്തോഷം റബ്ബാണ്. ആ റബ്ബിലേക്ക് നിറഞ്ഞ കരങ്ങളോടെ നിങ്ങളൊന്ന് ചോദിച്ചാ അല്ലാഹു നിങ്ങളെ തട്ടിക്കളയൂല്ല, അല്ലാഹു നിങ്ങളെ ഖായിബാക്കൂല്ല. ജീവിതത്തിൽ ഏത് വലിയ സങ്കടങ്ങൾ വന്നാലും, ഏത് വലിയ പ്രയാസങ്ങൾ വന്നാലും ഈ റമളാനില് അള്ളാഹുലേക്കൊന്ന് മനസ്സ് കൊടുക്ക്. ആ മനസ്സ് അത് റബ്ബിന് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ കൊടുക്കുന്ന സമയം അത് വലിയ വിലപ്പെട്ടതാണ്. എപ്പോഴും ദുആ ചെയ്യാതിരിക്കുന്ന സമയം അള്ളാഹുവിലേക്ക് നമ്മൾ പറയണം, അള്ളാഹുവേ നീ മുസ്തജീബു ദുആയാൻ, ദുആക്ക് ഉത്തരം തരുന്നവനാണ് എന്ന് നിങ്ങൾ മലയാളത്തിൽ പറയണം. റബ്ബേ നീ ദുആക്ക് ഉത്തരം തരുന്നവനാണ്. ഞാനൊരു പാവപ്പെട്ട പെണ്ണാണ്, ഞാൻ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനാ, നീ എന്നെ തട്ടല്ല അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നിറഞ്ഞ മനസ്സോടെ അല്ലാഹുവിലേക്കൊന്ന് കരങ്ങൾ ഉയർത്തിയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ അത് അല്ലാഹു തട്ടിക്കളയൂല്ല. റബ്ബേ നീ ദുആക്ക് ഉത്തരം തരുന്നവനാണ്.
അങ്ങനെ പറയണം, അല്ലാ നീ ദുആക്ക് ഉത്തരം തരുന്നവനാണ്, നീ എന്നെ ഖായിബാക്കരുത്, നീ എന്നെ തട്ടിക്കളയരുത്, നീ എന്നെ വേവലാതിയിലാക്കരുത്. ആ നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാൻ, നമ്മുടെ പരിപാടി നിങ്ങൾക്ക് ഒരുപാട് അറിയാവുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അതിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ആളുകൾക്ക് ഈ നസീഹത്ത് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം. ആരെങ്കിലും ഒരാൾ ചെയ്തോട്ടെ, അതിന്റെ കൂലി അള്ളാഹു നിങ്ങൾക്ക് തരൂലേ? അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. മുഅ്മിനെ പഠിച്ചുകൊള്ളുക, മഹാനായ അബൂദറുൽ ഗിഫാരി റഹിമഹുല്ലാഹ്, അബൂദറുൽ ഗിഫാരി റഹിമഹുല്ലാഹ് റമളാൻ എന്ന് കടന്നു വന്നാൽ മനസ്സ് പൊട്ടിയിട്ട് ദുആ ചെയ്യും, റബ്ബേ ഇത് പാപങ്ങളെ കരിക്കുന്ന മാസമാ, ഈ സാധുവായ എന്നെ തട്ടല്ലേ അല്ലാ, എന്നെ ഖായിബാക്കല്ല റബ്ബേ, എന്നെ സങ്കടത്തിലാക്കല്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് അബൂദറുൽ ഗിഫാർ ഞങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യും. ദുആ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തുന്നത് അല്ലാഹുവേ, അല്ലാഹുവേ മുസ്തജീബുദ് ദുആ, നീ ദുആ സ്വീകരിക്കുന്നവനാണ്, ദുആ സ്വീകരിക്കുന്നവനാണ്, ഏറ്റവും കൂടുതൽ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, ദുആക്ക് ഉത്തരം തരുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹ് നീ പാഴാക്കല്ല റബ്ബേ, ഈ പാവപ്പെട്ട അബൂദറിനെ നീ കാക്കണേ അല്ലാഹ്, പടച്ചോനെ നീ പാഴാക്കരുത്. ഈ പാവപ്പെട്ട അബൂദറിന്റെ ദുആയെ സ്വീകരിക്കണം. ഇത് റമളാനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ നമുക്ക് ദുആ ചെയ്യണം, പക്ഷെ സമയമില്ല. അത് പറ്റുമോ? 10 മിനിറ്റിന് ആരെന്ത് വിളിച്ചാലും അടുക്കരുത്. ആ 10 മിനിറ്റ് നമ്മൾ ദ്വാരക്കുമ്പോ നമ്മൾ റബ്ബ് മാത്രം ഉണ്ടാവാവൂ. ഇനി എത്ര ആൾക്കാരാണെങ്കിലും ഒരാളും ആ സമയത്ത് കടന്നു വരില്ലേ. അങ്ങനെ അള്ളാഹുവിലേക്ക് നിങ്ങൾ ദുആ ചെയ്താൽ അള്ളാഹു നിങ്ങളെ തട്ടിക്കളയൂല, അള്ളാഹു നിങ്ങളെ ഖായിബാക്കൂല, അള്ളാഹു നിങ്ങളെ സങ്കടപ്പെടുത്തൂല. അതുകൊണ്ട് പടച്ചവനെ, ഈ റമളാൻ നമുക്കൊരു സമാധാനമാണ്. നൂറ് നീറുന്ന പ്രയാസങ്ങൾക്ക് ഇതൊരു സമാധാനാണ് പ്രിയപ്പെട്ടവരെ. നമ്മളൊന്ന് മനസ്സ് കൊടുത്തൊന്ന് കരഞ്ഞു നോക്ക്, റബ്ബ് തരും, അള്ളാഹു നമുക്ക് തരും. ഇല്ലേ? നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരോട് ദുആ ചെയ്യാൻ പറയും. അതാണായാലും പെണ്ണായാലും നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ഉറപ്പുണ്ടോ നീ പറയണം. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം അവരോട്. എന്തിനെ? ഒരു ദുആ, അവരുടെ ദുആയിൽ ആരുടെ ദുആ അള്ളാഹു സ്വീകരിക്കാന്ന് പറയാൻ പറ്റൂല, ആരുടെ ദുആയാണ് അള്ളാഹു തആല കബൂലാക്കുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ നല്ല മനസ്സോടെ എല്ലാവരോട്, കാണുന്നവരോട് ദുആ ചെയ്യും, ദുആവുള്ളവരോട് നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. അപ്പോഴാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. ആ സമയമാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ആ സമയമാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിളിയാളം വരുന്നത്. റബ്ബിന്റെ ഖജനാവ് വിശാലമാണ്. എത്ര കടങ്ങളുണ്ടെങ്കിലും എത്ര പ്രയാസമുണ്ടെങ്കിലും അത് മാറാൻ ഈ റമളാൻ മതി ഒറ്റ ദുആ. അല്ലാഹുവിലേക്ക് ദുആ ചെയ്യാം. ആ ദുആയിലൂടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ട് അല്ലാഹു സന്തോഷം തരുമല്ലോ. പടച്ചവനെ, ഞങ്ങളത് കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ ഖായിബാക്കല്ല അല്ലാഹ്, ഞങ്ങളെ സ്വീകരിക്കാതെ മടക്കല്ല റബ്ബേ. ഈ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവര്, ഈ മജ്ലിസിൽ ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ അവരുടെയൊക്കെ ദുആയെ സ്വീകരിക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ, സങ്കടമുള്ളവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. പടച്ചോനെ, ആരൊക്കെ എന്തൊക്കെ നീയത്ത് വെച്ച് ഈ മജ്ലിസിൽ സംഗമിച്ചോ ഒരാളെയും പാഴാക്കല്ല റബ്ബേ, ഒരാളെയും മോശമാക്കല്ല റബ്ബേ, ഒരാളെയും സങ്കടപ്പെടുത്തല്ലേ റബ്ബേ. പടച്ചോനെ, ആരൊക്കെ ദുആക്ക് വേണ്ടി കമന്റിലൂടെ മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, മക്കളുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി, അതുപോലെ കടങ്ങൾ മാറണം, വീട് ജപ്തിയാകുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞങ്ങനെ പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നവരുണ്ട്, കമന്റിലൂടെ എഴുതിവിടുന്നവരുണ്ട്. അല്ലാഹ് എല്ലാവരുടെ ആഗ്രഹങ്ങളെയും നീ സഫലമാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്, സന്തോഷം നിറച്ചു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നാടിന്റെ നാനാഭാഗത്ത് ആളുകൾക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി അവസരങ്ങൾ ഒരുക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ നിന്റെ സ്വർഗം കൊടുക്കണേ റബ്ബേ.
സന്തോഷം കൊടുക്കണേ റബ്ബേ, ഖൈർ ഏറ്റി കൊടുക്കണേ അല്ലാ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ സംഗമിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഒരുപാട് മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ ഈ മജ്ലിസ് കണ്ടുകൊണ്ട് മജ്ലിസിൽ ഇരുന്നിട്ട് മനസ്സു നീറി തുകഞ്ഞ് സങ്കടത്തോടെ ഇരിക്കുന്നവരുണ്ട് റബ്ബേ. കരുണക്കടലായ അല്ലാഹ്, അവരുടെ മനസ്സിന്റെ സങ്കടങ്ങളെ, വേദനകളെ നീ മാറ്റണേ അല്ലാഹ്. പടച്ചോനെ, ഖൈർ കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, മനസ്സിന്റെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഈ പവിത്രമായ മജ്ലിസിൽ നിറഞ്ഞ മനസ്സോടെ വേദനയോടെ വിഷമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ. യാ അല്ലാ, അവരുടെയൊക്കെ പ്രയാസങ്ങളെ നീ മാറ്റണേ അല്ലാ. പടച്ചവനെ, ശരീരം വേദനിക്കുന്നവരുണ്ട്, കാല് വേദനിക്കുന്നവരുണ്ട്, കൈ വേദനിക്കുന്നവരുണ്ട്. മാലിക്കുൽ മുലൂക്കായ അല്ലാ, എല്ലാവരുടെ വേദനകൾക്കും നീ പരിഹാരം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ സങ്കടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, വിഷമത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും പല പ്രയാസത്തിലാണ് റബ്ബേ, പലരും പല ദുഃഖത്തിലാണ് പടച്ചോനെ. അല്ലാ, അവരുടെ ദുഃഖങ്ങളെ നീ മാറ്റണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين.